റിലേഷൻഷിപ്പിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാമോ? അതല്ലേ ഓൾറെഡി കഴിഞ്ഞില്ലേ? ഞാൻ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞേ. നിനക്കെന്താ തോന്നുന്നേ? കല്യാണം? കല്യാണമാണോ പറഞ്ഞേ? നീ ലിവിംഗ് എന്നല്ലേ പറഞ്ഞേ? നോ വേ, ഡോണ്ട് ഡു ദിസ് ശ്രീ. ഏയ് ഞാനെന്താ പറഞ്ഞേ? ഇപ്പൊ ഇതിന് ആവശ്യമില്ല ലിവിംഗ് ടുഗദറൊക്കെ. ലിവിൻഡാ ഇമാജിൻ ചെയ്ത് നോക്കിയേ, നമ്മൾ രണ്ടുപേരും മാത്രം എപ്പോഴും ഒരുമിച്ച്, എല്ലാ ദിവസവും ഒരുമിച്ച് എണീക്കാം. വഴക്ക് വന്നാലും നമുക്കിടയിൽ, നമ്മുടെ വീടിനുള്ളില് നീ എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടാവും. അതിനല്ലേ ബേബി കല്യാണം കഴിക്കുന്നേ. ലിവിങ്ങിന്റെ ഒക്കെ ആവശ്യമുണ്ട് ഇപ്പോ. ശരി, ഇങ്ങനെ വിചാരിക്കേ, നീ എന്നെ പ്രേമിച്ചു. അപ്പോഴാ നിനക്ക് മനസ്സിലായത് ഞാൻ എല്ലാവരോടും കാഷ്വൽ ആയിട്ട് ഇടപെടുന്ന ഒരാളാണെന്ന്. അപ്പോ നീ ലവ് ചെയ്തു വെച്ച് എപ്പോഴും ലവ് ചെയ്യാൻ പറ്റൂ? അതോ എന്നെ കല്യാണം കഴിച്ചു വെച്ച് കാഷ്വൽ ആയിട്ട് ഇടപെടുന്ന പെണ്ണിന്റെ കൂടെ ജീവിക്കാൻ പറ്റുമോ? സോ അതിനുവേണ്ടിയാ ലിവിൻ. നിനക്കെന്നെ കുറിച്ച് കൂടുതൽ അറിയണ്ടേ? എനിക്ക് നിന്നെ കുറിച്ച് എല്ലാം അറിയാം. എനിക്കൊരു ഡൗട്ടും ഇല്ല സിന്ധുജ. പക്ഷെ എനിക്കുണ്ട്. എനിക്ക് നിന്നെ കുറിച്ച് കൂടുതൽ അറിയണം. ഇപ്പൊ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എനിക്ക് കുറച്ച് ടൈം വേണം. എത്രയും പെട്ടെന്ന് പറയൂ. ആ ചേട്ടാ ഇങ്ങോട്ട് നോക്കി, ഇത് നിങ്ങളുടെ അമ്മായിയല്ലേ? ആ അതെ, അമ്മായി എന്നെ. ഡാ ശ്രീ, ഇതാ നോക്ക് നിന്റെ മുത്തച്ഛനെ. ഇത് നോക്കിയടാ, കല്യാണ ഫോട്ടോ അല്ലേ ഇത്? എന്താ ഇത്ര മെലിഞ്ഞിരിക്കുന്നത്? എല്ലാരും ചെറിയ വയസ്സില് എന്നെ കാണാനൊരു നടിയെ പോലെയാണെന്ന് പറയുമായിരുന്നു. അച്ഛൻ അത്രയ്ക്ക് പോരാ. ആ എല്ലാരും അങ്ങനെ തന്നെ പറയാറ്. ഞാൻ പോലും നിന്റെ അച്ഛനെ കല്യാണത്തിന്റെ അന്ന് ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ എന്ത് ചെയ്യാനാ, കല്യാണം കഴിച്ചു. ശ്രീ, ഇപ്പൊ ആരെ കാണാനാ കൊള്ളാവുന്നേ? നീ പറ. അങ്ങോട്ട് നോക്ക്, നരച്ച മുടിയൊക്കെ എത്തി നോക്കുക. How do you do this, spin master? വെരി സിമ്പിൾ. ഈ മ്യൂസിക്കിനെ അറ്റ് എ ടൈം 2 കാലം ഒക്കെ പൊക്കിയാൽ മതി. പോപ്സ്, ശ്രീ ക്ലാസ്സിൽ വന്നില്ലേ? ഇല്ല മോളെ, കുറച്ച് ദിവസമായിട്ട് വരുന്നില്ല. ചെൽസ്, എവറിത്തിങ് ഓൾ റൈറ്റ്? യാ പോപ്സ്. ഓക്കെ. ലിവിംഗ് ആണല്ലേ അത്? എന്താ സർ ഇങ്ങനെ പറയുന്നേ? എടാ എന്തെങ്കിലും ഒന്ന് പറയടാ. തുടക്കം മുതൽ പെണ്ണ് ആലോചിക്കുന്നതൊക്കെ എന്റെ ടൈലറിംഗ് സ്റ്റൈൽ പോലെ അൺഓർത്തഡോക്സ് ആയാൽ എങ്ങനെയാനിയാ? ശ്രീ സർ, ഞാൻ പറയുന്നോണ്ട് തെറ്റിദ്ധരിക്കരുത്, ഇതൊന്നും ശരിയാവില്ല. പ്ലീസ് നാ, എടാ പറടാ. 57 തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല, 58 ശരിയൊന്നും പറയാൻ പറ്റത്തില്ല. അയ്യോ, 4 പേര് 4 വിധത്തിൽ പറയും, എന്തിനാ ആവശ്യമില്ലാത്തൊക്കെ. എന്തെങ്കിലും ഒന്ന് പറയടാ. ഫസ്റ്റ് ടൈം എനിക്ക് തന്നെ എന്ത് മറുപടി പറയണമെന്ന് അറിയാൻ പറ്റിയില്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്. ഔട്ട്. എന്നോട് ചോദിച്ചാ ഇത് വേണ്ടെന്നേ ഞാൻ പറയുള്ളൂ സാറേ. ഇതെല്ലാം എന്റെ കോളേജിൽ നടക്കുന്ന കാര്യങ്ങളാ. ഹായ്. ഹായ്. ഞാൻ എന്തായാലും നോക്കട്ടെ. ലിഫ്റ്റിൽ നിന്ന് തള്ളിയിടാൻ നോക്കുവാണല്ലേ? സതീഷേ, ഞാനൊന്ന് വാഷ്റൂം വരെ പോയിട്ട് വരാം കേട്ടോ. നീ എവിടെങ്കിലും പോ. എന്താ ഫോൺ ചെയ്ത് എടുക്കില്ലേ? ഇഗ്നോർ ചെയ്യുവാണോ? അത്രയ്ക്ക് അഹങ്കാരമാണോ? ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് വിട്ടിട്ട് പോവാ? ഒരുമിച്ചെടുത്ത ഫോട്ടോസ് എല്ലാം ഞാൻ ലീക്ക് ചെയ്യാൻ പറഞ്ഞേക്കാം. അങ്ങനെയൊന്നുമല്ല സിന്ധു, ഞാനൊന്ന് ആലോചിക്കായിരുന്നു. പ്ലീസ് ശ്രീ, നീ ഇല്ലാതെ എനിക്ക് ഭയങ്കര ബോറാ.
മിസ് യു. നമ്മുടെ മൂന്നാർ ട്രിപ്പ് എന്ത് രസമായിരുന്നു. നീ എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നില്ലേ? ഇതിലിത്ര ചിന്തിക്കാൻ എന്താ? ശരി, ഓക്കെ, പ്ലാൻ ചെയ്യാം. സർ, കഴിഞ്ഞില്ലേ? ആ ഹായ്. ആ വന്നോ? ലേറ്റ്. ഇരിക്കും. തങ്കരാജേട്ടൻ, എനിക്കെല്ലാം അദ്ദേഹമാണ്. എന്താ മോനെ, ഇതാണ് ഇപ്പോൾ വലിയ കാര്യം. ഹായ്. അത് പറ, അത് പറ. സോ കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ, എൻ്റെ വീട്ടിൽ ലിവിങ് ടുഗദർ എന്ന് വെച്ചാൽ എന്താണെന്നേ അറിയില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ ചെരുപ്പ് ഊരി അടിക്കും. ട്രൂ ബ്രോ. താങ്ക്സ്. ബട്ട് നിനക്ക് ലിവിങ് ഇഷ്ടമാണ്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. സോ ലെറ്റ് മീ എക്സ്പ്ലെയിൻ ദ പ്ലാൻ. യു ഗൈസ് റെഡി? റെഡി. ആ, ഗുഡ്. ലിസൺ, ഇത് എൻ്റെ വീട്. ഇവിടുന്ന് 2 തെരുവ് കഴിഞ്ഞൊരു കാര്യമായിട്ടൊരു വീടുണ്ട്. ആ വീട് ഞങ്ങൾക്ക് എടുത്തു തരേണ്ടത് നിന്റെ ചുമതലയാണ് സതീഷ്. ചോച്ചോ. ആ, എല്ലാ ദിവസവും ഓഫീസിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് എൻ്റെ വീട്ടിൽ തല കാണിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോകും. അപ്പോൾ തങ്കരാജേട്ടൻ എന്നെ ഫോൺ ചെയ്ത് എൻ്റെ അമ്മയുടെ മുമ്പിൽ മോനെ, ലൗഡ് സ്പീക്കർ. ലൗഡ് സ്പീക്കർ ഇട്ടിട്ട് ആ, എനിക്ക് ടൈലറിംഗ് ക്ലാസ് എടുത്തു തരുന്ന പോലെ സംസാരിക്കും. ഒരു മിനിറ്റ്. ആ ലൗഡ് സ്പീക്കർ എൻ്റെ പ്ലാനാ. ഓ, പറ പറ പറ. അപ്പോൾ ഈ കാരണം വെച്ചിട്ട് ഞാൻ നമ്മുടെ വീട്ടിൽ വന്നിട്ട് നിൻ്റെ കൂടെ ഇരിക്കും. അതിനുശേഷം ഡിന്നറിന് അങ്ങോട്ട് പോകും. അതിനുശേഷം എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ട് പുറകിലെ വാതിൽ തുറന്നിട്ട് ഞാൻ അങ്ങോട്ട് വന്നിട്ട് രാവിലെ അമ്മ വരുമ്പോൾ ഞാൻ അവിടെ കാണും. സോ നിൻ്റെ കൂടെയും കാണും, എൻ്റെ വീട്ടിലും സംശയം വരാത്ത പോലെയൊക്കെ ഇരിക്കും. സിമ്പിളായിട്ട് പറഞ്ഞാ ഒരു 1.5 പണിയാ. എക്സാക്ട്ലി ബ്രോ. ഐ നോ ബ്രോ. ഗൈസ്, പ്ലാൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷേ നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്താൽ പോസിബിൾ. LHS = RHS. ചോച്ചോ. ഒരു മിനിറ്റേ. എന്താടാ ജോ ജോ ജൂ ജൂ എന്ന് പറയുന്നത്? പിന്നെന്താ, നീ പറടാ. സിന്ധു, നിനക്ക് പ്ലാൻ മനസ്സിലായോ? ഓക്കെ. അപ്പൊ പ്ലാൻ സക്സസ്. ജോജോ. ഡേയ്